ഹാലലൂയ. നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായി പോകുന്നത്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിൻ്റെ 4 വാക്യം. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിൻ്റെ 4 വാക്യം. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ഇന്ന് ധാരാളം പേരുടെ ഉള്ളിൽ വ്യാപരിച്ചിരിക്കുന്ന ഒന്നാണ് ഭയം എന്ന് പറയുന്നത്. എന്നെ വിളിക്കുന്ന 100 കോൾ എന്നെ വിളിക്കുന്നെങ്കിൽ അതിൽ 99 പേരുടെയും വിഷയം എന്ന് പറയുന്നത് ഭയമാണ്. ഭയത്താൽ പിശാച് അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായ ബാധ്യതകളാൽ കെണിയിൽപ്പെട്ടു പോയവർ, കടക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഭയത്തിലായി പോകുന്നവർ, ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്നവർ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. എല്ലാവരും ചുറ്റും നിന്ന് കളിയാക്കുകയാണ്. യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ, എന്നാൽ യേശുവിനോട് പറഞ്ഞാൽ മതി, യേശു എല്ലാ കടവും തീർത്തു തരുമല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതല്ലാതെ ചിലരുടെ ഒന്നും ജീവിതങ്ങളിൽ ഇതുവരെ അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഭയപ്പെടേണ്ട, നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എന്തായി? ഇതുവരേക്ക് ഒന്നും നേടാനായിട്ട് പറ്റിയിട്ടില്ലല്ലോ. ദൈവത്തെ അറിയാത്തവർക്ക് എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾക്ക് യാതൊരുവിധ അനുഗ്രഹങ്ങളും ഇല്ലല്ലോ, എപ്പോഴും പ്രയാസങ്ങളാണല്ലോ, പ്രതിസന്ധികളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ നമ്മുടെ 4 ചുറ്റിലും ഉണ്ടാകാം. എന്നാൽ കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടില്ലേ, ഞാൻ ലജ്ജിച്ചു പോകുമോ, വീണു പോകുമോ, ഇവരുടെ എല്ലാം നടുവിൽ ഞാനൊരു ലജ്ജാ വിഷയവുമായി മാറുമോ? കടഭാരത്തിന്റെ നടുവിൽ നിൽക്കുന്നവർ, ഒത്തിരി പേടിയോടെ എന്നെ കേൾക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ലജ്ജിച്ചു പോകാനായിട്ട് ദൈവം ഇടവരുത്തില്ല. ഹല്ലേലൂയ. ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. കർത്താവ് നിങ്ങളെ ലജ്ജിപ്പിക്കാനായിട്ട് അനുവദിക്കില്ല. ഹല്ലേലൂയ. പലരുടെ ജീവിതങ്ങളിലും ശൂന്യതകളാൽ നിറഞ്ഞിരിക്കുന്നത് ദൈവം എന്നെ കാണിക്കാനായിട്ടിടയായി. ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, ചില ശൂന്യതകളെ ഞാൻ ഈ നാളുകളിൽ മാറ്റും. ഹല്ലേലൂയ. ചില ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന ചില ശൂന്യതകൾ ദൈവം ഈ നാളുകളിൽ എടുത്തു മാറ്റാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. പലതിൻ്റെയും ശൂന്യതകൾ അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ സമാധാനമില്ലാതെ, കുടുംബത്തിനകത്തൊരു സന്തോഷമില്ലാതെ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. അവരുടെ ഉപജീവന മാർഗങ്ങൾ, അവരുടെ വിവാഹം, അവരുടെ ജോലി, ഇതെല്ലാം ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അവരോടെല്ലാം കർത്താവിന് പറയാനുള്ളത്, ആ ശൂന്യതകളെ ദൈവം മാറ്റുന്ന ദിവസങ്ങളാണിത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പലരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ മറുപടി കാണാതായപ്പോൾ പലരും പ്രാർത്ഥന നിർത്തിയവരുണ്ട്. പ്രാർത്ഥന പലരുടെ ജീവിതത്തിലും മുടങ്ങിപ്പോയി. ചിലർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല. പല വാഗ്ദത്തങ്ങളും ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരോട് ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. കാരണം നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. വളരെ ഞെരുക്കത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ വിശാലത വരുത്തും. ഹല്ലേലൂയ. എങ്ങനെ വിശാലത വരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഈ നാളുകളിൽ വലിയ വിശാലതയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഞെരുക്കത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റും നിന്ന് നോക്കി ചിരിക്കാനും കളിയാക്കാനും
എന്തേ ഇറങ്ങിയിട്ട് ഈ വിശ്വാസത്തിൽ ഇപ്പോൾ എന്തായെന്ന് ചോദിക്കാനും ഒക്കെ ധാരാളം പേരുണ്ടാകും. എന്നാൽ നിങ്ങൾ വിശാലതയിലേക്ക് വരുമ്പോൾ നീ ആരാധിക്കുന്ന ദൈവം, നീ വിളിക്കുന്ന ദൈവം ഉന്നതനാണെന്ന് അവരുടെ വായിൽ നിന്ന് നിങ്ങൾ കേൾക്കാനായിട്ട് ഇടവരും. ഹല്ലേലൂയ. അതത്രേ ദൈവത്തിന്റെ പദ്ധതി, അവിടെ അത്രേ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നത്. ക്ഷമയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരുന്നാട്ടെ. വചനം ഇങ്ങനെയാണ് പറയുന്നത്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യാനായി പോകുന്നു. പലരുടെയും ജീവിതം നോക്കിയാൽ ഉണങ്ങിയ അസ്ഥി കൂമ്പാരങ്ങൾ പോലെ ആയിരിക്കുക, പലതിനും ജീവനില്ലാത്ത അവസ്ഥ. യെഹെസ്കേലിനെ അസ്ഥി താഴ്വരയുടെ നടുവിലേക്ക് ദൈവം കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ പറഞ്ഞാട്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ? നിങ്ങളോട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങളോട് ചോദിക്കുക, എന്തേലും നടക്കുമോ? മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ ജപ്തി മാറിക്കിട്ടുമോ? കടങ്ങൾ മാറിക്കിട്ടുമോ? പ്രശ്നങ്ങൾ മാറിക്കിട്ടുമോ? രോഗങ്ങൾ മാറുമോ? എൻ്റെ തലമുറകളുടെ ഭാവി എന്താകും? എൻ്റെ ആത്മീയ ജീവിതത്തിന് മുന്നേറ്റം ഉണ്ടാകുമോ? എനിക്കൊരു അഭിഷേകം ലഭിക്കുമോ? എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അധികം ഓടാൻ സാധിക്കുമോ? ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുമോ? അതുപോലെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലെ അസ്ഥി താഴ്വരയുടെ നടുവിൽ ഒരു ഹോപ്പുമില്ലാത്തടുത്ത്, ഒരു പ്രത്യാശയും ഇല്ലാത്തടുത്ത് നിന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചിലത് ഈ നാളുകളിൽ വിളിച്ചു പറയാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, മനുഷ്യപുത്ര, നീ അവയോട് പ്രവചിക്കണം. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചാലോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 37-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഒരു പ്രത്യാശയും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ചില ജീവിതങ്ങളായിരിക്കുകയാണ്. അവരോട് കർത്താവ് പറയുകയാണ്, ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് 4 ചുറ്റിൽ നിന്നും, പക്ഷെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഈ നാളുകളിൽ ദൈവം ചിലത് പറയാനായി പോവുകയാണ്. ദൈവം ചിലത് നിങ്ങളോട് പറയാനായി പോവുകയാണ്. നിങ്ങൾ അത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ചില അത്ഭുതങ്ങൾ കാണാനായി പോകുന്നു. ഹല്ലേലൂയ. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനു ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയെ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ ശ്വാസം വരുത്തും. ഹല്ലേലൂയ. എല്ലാവരും നോക്കി, നിങ്ങളുടെ ജീവിതത്തെ നോക്കി പറഞ്ഞാലും തീർന്നു പോയെന്നും അസ്ഥി കൂമ്പാരമായി പോയെന്നും ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് പറഞ്ഞാലും കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആ സാഹചര്യത്തെ നോക്കി പ്രവചിക്കുന്നവരായി തീരണം. ഇല്ല, ഇതിങ്ങനെ അവസാനിക്കത്തില്ല. ഞാൻ ആശ്രയിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഇല്ല, ഇതിങ്ങനെ ഞെരുക്കത്തിൽ തീരത്തില്ല. എൻ്റെ തലമുറകളുടെ ഭാവി നശിക്കത്തില്ല. എൻ്റെ ജീവിത പങ്കാളി കർത്താവിനെ അറിയാതെ ദൂരെ പോയിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളി മടങ്ങി വരും. മക്കൾ ദൈവരാജ്യത്തിന് വേണ്ടി ഉപകാരപ്പെടും. എൻ്റെ സാമ്പത്തികമായ ബാധ്യതകൾ തീരും. എൻ്റെ രോഗങ്ങൾ എന്നെ വിട്ടുമാറും. ഞാൻ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുമെന്ന് വിളിച്ചു പറയുന്നവരായി തീരണം. നമ്മുടെ ജീവിതത്തിൽ പിശാച് ഭാരങ്ങൾ കൊണ്ടുവരുമ്പോൾ, നിരാശകൾ കൊണ്ടുവരുമ്പോൾ, വേദനകൾ കൊണ്ടുവരുമ്പോൾ നമ്മിൽ പലരും നിരാശയുടെ താഴ്വരയിലായി പോകും. പലരും ഈ നാളുകളിൽ എന്നെ വിളിക്കാറുണ്ട്, സിസ്റ്ററെ, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ മനസ്സിൽ ആയിരക്കണക്കിന് ചിന്തകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, എന്തായിത്തീരുമെന്നുള്ള ഭയം എന്നെ പിടിച്ചിരിക്കുകയാണ്. ദൈവം എന്നെ കേൾക്കുന്നില്ല എന്ന് ചുറ്റുപാട് നിൽക്കുന്നവർ എന്നോട് പറയുന്നു. പലതിനെക്കുറിച്ചും എനിക്ക് ഭാരമാണ്, ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല. അല്പസമയം ദൈവത്തോടു കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചാലും കഴിയാത്തതുപോലെ അത്രയും പ്രതിസന്ധി എന്നെ ഞെരുക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ട്,
സാഹചര്യങ്ങളെ നോക്കാതെ നിങ്ങൾ പ്രാർത്ഥനയിൽ മുന്നോട്ട് വരണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂടെ ഈ നാളുകളിൽ മുന്നോട്ട് വരുന്നെങ്കിൽ ദൈവത്തിനൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഏതവസ്ഥയിലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. സാഹചര്യത്തെ നോക്കി തളരാനല്ല, മനുഷ്യർ എന്തു പറയുന്നെന്ന് നോക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. സാഹചര്യത്തെ നോക്കി ചിലത് വിളിച്ചു പറയുന്നവരായി തീരണം. ജീവിക്കാത്ത അവസ്ഥയിൽ കിടക്കുന്ന, മാറ്റമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ചിലതിനെ നോക്കി നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം. ഇല്ല, എൻ്റെ സാഹചര്യങ്ങൾ മാറും, എൻ്റെ മക്കൾ മാറും, എൻ്റെ ജീവിത പങ്കാളി മാറും, എൻ്റെ അഭിഷേകത്തിന്റെ ലെവലുകൾ മാറും, എൻ്റെ മേൽ ദൈവം പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ഞാൻ കാണും എന്ന് പറയുന്നവരായി തീരണം. നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി വേണ്ടവണ്ണം പ്രയോജനപ്പെടാനേ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:6. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചിലതിനെയൊക്കെ പിശാചിന്റെ പിടിയിൽ നിന്ന് കൊണ്ടുവരാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ തന്നെ ആ ഇരുട്ടിന്റെ അനുഭവത്തിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. നമ്മളെ പിശാച് ഭയപ്പെടുത്തി ഒതുക്കി ചില ജീവിതങ്ങളെ വെച്ചിരിക്കുകയാണ്. ഭയത്തിന്റെ അനുഭവങ്ങളാൽ ഒതുക്കിക്കളയും. ഭയം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് പിശാചിൽ നിന്നുള്ളതാണ്. ഭയത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ പുത്രന്റെ ആത്മാവാണ്. പുത്രന്റെ ആത്മാവിന് ഒരിക്കലും ഭയത്തിന് സാഹചര്യമില്ല. ഹല്ലേലൂയ. ദൈവമക്കളാണെന്ന് നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലിരുന്ന്. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവ പൈതലിന് ഏത് സാഹചര്യത്തിലും നിലനിൽക്കാനായി കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വചനം വായിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, എങ്കിലും നമ്മൾ ദൈവ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യുമ്പോൾ ഭയപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരുന്നു. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഒരിക്കൽ എന്നെ വിളിക്കാനായിട്ട് ഇടയായി. ആ സഹോദരിയോട് ഒരു വ്യക്തി പറയുകയാണ്, നിന്റെ തലമുറ നശിച്ചു പോകും, നിന്റെ തലമുറ മദ്യപാനത്തിന് അഡിക്റ്റായി തീരും. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ സഹോദരി ഒത്തിരി ഭാരപ്പെടുത്തി. ആ സഹോദരി വേദനയോട് എന്നെ വിളിച്ചു, സിസ്റ്ററെ, ഒരു വ്യക്തി എന്നെ നോക്കി പറയുകയാണ്, നിന്റെ കുടുംബം നശിച്ചു പോകും, നിന്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും എന്ന് എന്നെ നോക്കി ആ വ്യക്തി പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരല്ലേ, യേശുവിനെ വിശ്വസിക്കുന്നവരല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു? പറയാതിരുന്നില്ല നിങ്ങൾ? അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വരത്തേയില്ല, എൻ്റെ കുഞ്ഞിന് അങ്ങനെ വരില്ല എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ സാധിച്ചില്ല? സിസ്റ്ററെ, ഞാൻ കേട്ടപ്പോൾ ഭയപ്പെട്ടു പോയി. ഇതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങൾ, ചില വർത്തമാനങ്ങൾ ശത്രു നിങ്ങളുടെ കാതിൽ കേൾപ്പിച്ചു തരുമ്പോൾ നിങ്ങൾ ഭയന്നു പോകാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ഒരു മകനോട് ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു. അനേകരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരനെ വിളിച്ചിട്ട് ഒരാൾ ആ സഹോദരനോട് പറയാണ്, നീ ഇങ്ങനെ എല്ലാവരോടും സുവിശേഷം പറയരുത്, ജാതികളോട് പറയരുത്, ഹിന്ദുക്കളുടെ വീടുകളിൽ പോയി പറയരുത്, പറഞ്ഞാൽ ആ ശക്തി നിന്നെ വന്ന് തിരിച്ചടിക്കും, നീയും കുടുംബവും നശിച്ചു പോകും, അതുകൊണ്ട് ക്രിസ്ത്യാനികളോട് മാത്രമേ നീ സംസാരിക്കാവൂ. ഞാനിത് കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കേൾക്കുന്നത് ഒരു കാര്യം. അങ്ങനെ പറഞ്ഞ് ഈ സഹോദരനെ പേടിപ്പിച്ചു. ആ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഹിന്ദുക്കളോട് സുവിശേഷം പറയരുത്. ഞാൻ ചോദിച്ചു, സഹോദര, ഹിന്ദുക്കളോട് നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പോയി സുവിശേഷം പറയാനാണ്? ഹിന്ദുക്കളോട് ഹിന്ദുക്കൾ തന്നെ സുവിശേഷം പറയുമോ? ഒരിക്കലുമില്ല, നമ്മൾ തന്നെ പറയണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അത് തിരിഞ്ഞ് നിങ്ങളെ കടിക്കുമെന്നത് കർത്താവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ.
ഭയമാ, വെറുതെ പറഞ്ഞങ്ങ് ഭയപ്പെടുത്തുകയാ പിശാച്. ഹല്ലേലൂയ. ഭയപ്പെട്ടാൽ നമുക്ക് ദൈവവേലയ്ക്ക് വേണ്ടി ഉപകാരപ്പെടാനേ പറ്റത്തില്ല. ഭയം മാറിയേ മതിയാകും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ച് പോകയില്ല. ഹല്ലേലൂയ. നമ്മൾ അന്വേഷിക്കുന്നത് ആരുടെ മുഖമാ? ദൈവത്തിന്റെ മുഖമാ. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവർ ഒരു കാര്യത്തിനും ഒരിക്കലും ലജ്ജിച്ചു പോകാനായിട്ട് ഇടയായിത്തീരില്ല. അപ്പോൾ ഈ ഭയം കാരണം ദൈവത്തിന് വേണ്ടി, ഞാൻ പറയാൻ വന്നത് അതാണ്, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടാൻ പറ്റില്ല. പല പല ഭയങ്ങളാൽ പല വ്യക്തികളെയും പിശാച് പേടിപ്പിക്കുക, വെറുതെ പേടിപ്പിക്കുക. ഒരു കോഴിയെ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് രണ്ടായി മുറിച്ചിട്ടിട്ട് നിന്റെ ജീവിതം തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് പോയപ്പോ അവരെല്ലാം കൂടെ പേടിച്ച് ആ വീട് വിട്ടുപോയി. ഹല്ലേലൂയ. ഇതെല്ലാം ഞാൻ ഈ നാളുകളിൽ കേൾക്കുന്ന അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോ ആ പൈശാചിക ശക്തികളെ തകർക്കുവാൻ അല്ലെങ്കിൽ ആ ഭീഷണിയെ തുരത്തുവാനുള്ള ബലം ആ ദൈവമക്കളുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയി. എന്തുകൊണ്ട് ആ ബലം ഇല്ലാതെ പോയി? ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നും എവിടെല്ലാം കൂടെ ഞാൻ കടന്നു പോയാലും എനിക്ക് ഒരു ആപത്തും വരത്തില്ലെന്നും എൻ്റെ ദൈവം എൻ്റെ വലം കൈ പിടിച്ചിരിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ, ഞാനതെൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ പേടിക്കുകയില്ല. അല്ലാതെ എന്ത് കണ്ടാലും പേടിക്കാൻ മാത്രമേ നമുക്ക് സമയം വരത്തുള്ളൂ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇരുട്ടിലിരിക്കുന്നവന്റെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും കുണ്ടറയിലിരിക്കുന്നവനെ കെട്ടിലിരിക്കുന്നവനെയൊക്കെ വിടുവിച്ചെടുക്കാനുമാണ്. നമ്മൾ തന്നെ പേടിച്ചൊതുങ്ങിപ്പോയാൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ വിടുവിക്കാനായി കഴിയും? എങ്ങനെ അസ്ഥി താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികളെ സൈന്യമായിട്ട് എഴുന്നേൽപ്പിക്കുവാൻ കഴിയും? നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഉണങ്ങിയ അസ്ഥികളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഉണങ്ങിയ അസ്ഥികളെ സൈന്യമായി എഴുന്നേൽപ്പിക്കാൻ. ഹല്ലേലൂയ. അതിന് നമുക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ ബലം വേണം. ഹല്ലേലൂയ. ഇരുട്ടിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാ ദൈവം നിങ്ങളെ വിളിച്ചത്, നിങ്ങൾ തന്നെ ഇരുട്ടിലിരുന്ന് കരയാനല്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഭയത്തെ വെടിഞ്ഞ്, ഇരുട്ടിന്റെ ശക്തികളെ മേലുള്ള ഭയം വെടിഞ്ഞ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയിലോട്ട് ഈ നാളുകളിൽ കയറി വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, അനേകരെ ദൈവം വിളിച്ചിട്ട് പലരും ഭയത്തിൽ പിന്മാറിയിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? എൻ്റെ തലമുറകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? എൻ്റെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നെല്ലാം പേടിച്ച് ഒതുങ്ങിയിരിക്കുന്നവർ അനേകരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ വിളിച്ചത് പിശാചിനേക്കാൾ വലിയവനാ. പിശാചിനെ പേടിച്ചൊളിച്ചിരിക്കാനല്ല. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ ആയുധങ്ങളുമില്ല, ഒന്നുമില്ല. അവന്റെ കയ്യിൽ തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ഭയപ്പെടുത്തുക എന്നുള്ളത്. ഭയം എന്നുള്ളത് ദൈവമക്കളുടെ ഡിക്ഷണറിയിലേ ഇല്ലാത്ത വാക്കത്രേ. ഹല്ലേലൂയ. ഭയക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഭയത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്ന ചിലരെ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനാണ്. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ പറയാൻ തയ്യാറാണോ? ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമ്മൾ ഭയപ്പെടുകയില്ല? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതും കടന്നു വരാം. തീയുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരാം. ചിലപ്പോൾ നമുക്ക് തോന്നാം ഈ വെള്ളം നമ്മളെ മുക്കിക്കളയുമോ, അതുപോലുള്ള പ്രതിസന്ധികൾ വരാം. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ മറന്നു പോകും ദൈവം കൂടെയുള്ള കാര്യം. പല വാഗ്ദത്തങ്ങളും നിറവേറാതെ വരുമ്പോൾ നമ്മൾ ഭയന്നു പോകും, ദൈവം നമ്മളോട് കൂടെ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ നാളുകളിൽ ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവ ശബ്ദം നിങ്ങൾ കേട്ട് ചിലത് വിളിച്ചു പറയുവാൻ, നിങ്ങളുടെ ജീവിതത്തെ നോക്കി പറയുവാൻ നിങ്ങൾ തയ്യാറായാൽ, ശത്രു പറയുന്നതല്ല നടക്കുന്നത്,
ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ പറയുന്നത് ഈ ഭൂമിയിൽ നടക്കാനായി പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദമായി ഈ ഭൂമിയിൽ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചില പിശാചിന്റെ ശബ്ദങ്ങളെ ഭയപ്പെട്ട് ഓടാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദമായി മാറാനത്രേ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദമായി മാറണം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിശാചിന്റെ സകല ചങ്ങലകളെയും പൊട്ടിച്ച് പുറത്തേക്ക് വരേണ്ടത് ആവശ്യമാണ്. ഭയങ്ങളെ പൊട്ടിക്കണം, കെണികളെ പൊട്ടിച്ച് കളയണം. ആരെങ്കിലും പറയുന്നത് കേട്ട് ഭയപ്പെട്ട് ഭവനത്തിനകത്ത് ഒളിച്ചിരിക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾ. പുറത്തേക്ക് യേശുവിന് വേണ്ടി ഇറങ്ങേണ്ടവരാ. ഹല്ലേലൂയ. പുറത്തേക്ക് യേശുവിന് വേണ്ടി എങ്ങനെ ഇറങ്ങണം? ഹല്ലേലൂയ. സ്റ്റേജോ മൈക്കോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ പോകുന്ന വഴി ധാരാളം. ഒരാളോട് സുവിശേഷം പറയാൻ ഒരു ബസ് യാത്ര തന്നെ ധാരാളം. ഹല്ലേലൂയ. ഒരു രാത്രിയിൽ വളരെ തിരക്കുള്ള സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് കൂടി ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സമയമെന്ന്, വളരെ തിരക്കാ, ആരാണെന്നൊന്നും കാണാൻ പോലും പറ്റാത്ത ഒരു സമയം. നമ്മൾ കുടുംബമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബൈബിള് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ബൈബിൾ ഇങ്ങനെ തന്നോണ്ടിരുന്നു. അപ്പോൾ കുറേ പേരെല്ലാം ആ ബൈബിൾ, പുതിയ നിയമം കേട്ടോ, കുറേ പേരെല്ലാം ആ ബൈബിൾ വാങ്ങുന്നുണ്ട്, കുറച്ച് പേര് വാങ്ങുന്നില്ല. അപ്പോൾ എൻ്റെ നേരെ ആ ബൈബിൾ നീട്ടിയപ്പോൾ ഞാൻ ചാടി അങ്ങ് വാങ്ങി. എനിക്ക് അപ്പോൾ ചേട്ടൻ എന്നോട്, ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, വീട്ടിൽ ഒരു 50 ബൈബിൾ പുതിയ നിയമത്തിന്റെ ഇരിപ്പുണ്ടല്ലോ, ഈ കൊടുത്ത് തീർക്കാനായിട്ട് പറ്റിയില്ല, പിന്നെ ഈ ബൈബിൾ എന്തിനു വാങ്ങി? ഞാൻ പറഞ്ഞു, കൊടുക്കാൻ പറ്റും, ആർക്കെങ്കിലും കൊടുക്കാമല്ലോ, ഇവിടെ തന്നെ കൊടുത്തിട്ട് പോകാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ആ ബൈബിളും കൊണ്ട് ഇങ്ങനെ നടന്നു. കുറേ നടന്ന് ഒരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ പോയിരുന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിരുന്നു. ആരാന്നൊന്നും എനിക്കറിയത്തില്ല. ഉടനെ 2 മിനിറ്റ് എനിക്ക് കിട്ടിയപ്പോൾ ആ തളർന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സഹോദരിയോട് സുവിശേഷം പറഞ്ഞു, യേശുവിനെ പറ്റി പറഞ്ഞു. ആ ബൈബിൾ അങ്ങ് കൊടുത്തു. എനിക്കറിയില്ല അത് ആരാണെന്ന്. ഹല്ലേലൂയ. അവിടെയും ദൈവം എനിക്ക് ഒരു അവസരം ഒരുക്കി. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയുടെ സമയങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലോ എവിടെയോ ആവട്ടെ, ദൈവരാജ്യത്തെ പറ്റി 2 വാക്ക് പറയാൻ നമുക്ക് ധാരാളം സമയമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പേടി, അവരെങ്ങനെ പ്രതികരിക്കും, ഞാൻ സുവിശേഷം പറഞ്ഞാൽ എന്താകും എന്നൊക്കെയുള്ള പേടി കാരണം പലരും സുവിശേഷം പറയാറില്ല, പലരും ഒതുങ്ങി പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. എന്തുകൊണ്ടാ? ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഒന്നിനെ പറ്റിയും ഭാരപ്പെടുകയോ ഭയക്കുകയരുത്. നമ്മൾ എന്തിനെങ്കിലും പറ്റി ഭയക്കുന്നവരായാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കർത്താവ് വിളിച്ച കാര്യം നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് പറയുന്നത് കുരുട്ട് കണ്ണുകളെ തുറപ്പാനും, ഞാൻ 42-ാം അധ്യായം ഞാൻ നേരത്തെ വായിച്ചതാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അതിന്റെ 6 മുതലുള്ള വാക്യം. കുരുട്ട് കണ്ണുകളെ തുറപ്പാന്, ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയെ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. ഇതിനേക്കാൾ വലിയ വാഗ്ദത്തം ഇനി നിങ്ങൾക്ക് വേണോ? ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. ഹല്ലേലൂയ. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ മാതാപിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് നടക്കാറുണ്ട്. കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ അവർ പറയും, അമ്മ എനിക്ക് നാണക്കേടാ, എന്നെ വിട്ടേരാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയും. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ പറഞ്ഞാലും കർത്താവ് വിടത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കൈ പിടിച്ച് കുഞ്ഞുനാളിൽ നടക്കുമെങ്കിലും കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് കൈ പിടിച്ച് നടക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം നിങ്ങളോട് പറയും, ഞാൻ കൈ പിടിച്ച് നിന്നെ കാക്കും. അപ്പോൾ നിങ്ങളുടെ ഭയം വിട്ട്, പേടി വിട്ട്, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ ഞെരുക്കിക്കളയും എന്നൊക്കെ ചിന്തിച്ചുള്ള ഭാരം, കടത്തിന്റെ ഭാരങ്ങൾ, ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകൾ എല്ലാം വിട്ടിട്ട് നിങ്ങൾക്ക് പുറത്തേക്കായിട്ട് ഇറങ്ങാൻ കഴിയുമോ സഹോദരങ്ങൾ? എന്തുകൊണ്ടാ? കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ഏതേത് സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവസാനത്തോളം നടത്താൻ ദൈവം ശക്തനത്രേ. ഏതുവരെ എന്നറിയാമോ? ആനന്ദത്തോടെ അവന്റെ മഹിമാ സന്നിധി വരെ. ഹല്ലേലൂയ. അവിടെ വരെ നിർത്താൻ, ആനന്ദത്തോടെ നിർത്താൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ വിശ്വസിക്കുക. നമ്മുടെ പ്രതിസന്ധികളെ നോക്കി നിങ്ങൾ തളരരുത്. ഒത്തിരി പേർ എന്നെ വിളിക്കാറുണ്ട്, സിസ്റ്ററെ 50,000 രൂപ കടമാണ്, ഒരു നാളെ ആ ചിട്ടി ചോദിച്ച് വീട്ടിൽ വരുമ്പോൾ
കൊടുക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല, ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുക. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, 50 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കടമുണ്ട്. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം വീടിൽ ജപ്തിയുടെ ബോർഡ് വെക്കാൻ 2-3 പ്രാവശ്യം അവർ കൊണ്ടുവന്നിട്ട് അതുപോലെ കൊണ്ടുപോയി. ഇനി എന്നവരാ ബോർഡ് കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തുമില്ല. ഹല്ലേലൂയ. അത്രയും പ്രതിസന്ധിയുള്ള ആരും എന്നെ കേൾക്കുന്നവരിൽ ഇല്ല. 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, ഇത്രയൊക്കെ കടമുള്ളവരെ എന്നെ കേൾക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ഇതിനകത്ത് കടമുള്ളവർ. ഹല്ലേലൂയ. ഈ പേര് പറഞ്ഞാണ് അവർ ഒതുങ്ങിയിരിക്കുന്നത്, പേടിച്ചിട്ട്. ഹല്ലേലൂയ. ഇപ്പൊ ഈ കടത്തിൽ അകപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അനേകർ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്, കടത്തിൽ അകപ്പെടുത്തി കർത്താവിനെ കഷ്ടപ്പെടുത്തി പണിത് കൊണ്ടുവരികയാണ്. അങ്ങനെയൊന്നുമില്ല. ഈ കടത്തിൽ നമ്മൾ അകപ്പെട്ടത് ദൈവത്തിന്റെ പ്ലാൻ ഒന്നുമല്ല. നമ്മൾ തന്നെ നമ്മുടെ മോഹത്താൽ വശീകരിക്കപ്പെട്ട് നമ്മൾ അകപ്പെട്ടു പോകുന്നത്. ഈ കാശിന്റെ കാര്യം അങ്ങനെ. നമ്മൾ പലരും കൂടുതൽ കാശ് കിട്ടും എന്നൊക്കെയുള്ള വ്യാമോഹത്തോടെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി ലോൺ എടുത്തോ, നമ്മുടെ കയ്യിലില്ലാത്ത കാര്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെലവിടുന്നത് മൂലമൊക്കെ പല സാഹചര്യങ്ങൾ, രോഗങ്ങൾ, അതുവഴിയും കടമുണ്ടാകാം. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും കടത്തിന്റെ ഭാരത്തിൽ അകപ്പെടുന്നത്. അത് അവസാനം കെണിയായി നമുക്കങ്ങ് മാറുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും തീരുമാനിക്കുന്നത് ജീവിതം അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ബലമാണ് നമുക്ക് ആവശ്യം. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആര് നിങ്ങൾക്കെതിരായി എഴുന്നേറ്റാലും, ആര് തകർക്കുമെന്ന് പറഞ്ഞാലും, ആരെല്ലാം എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല. കാരണം സർവ സൃഷ്ടിയെയും പരിപാലിക്കുന്ന, സർവ സൃഷ്ടിയെയും കാത്തു സൂക്ഷിക്കുന്ന, മനുഷ്യനെ തൻ്റെ ജീവനേക്കാളേറെ വിലമതിച്ച് സ്നേഹിച്ച ദൈവമല്ലയോ നിങ്ങളുടെ കൂടെ ഉള്ളേ? പിന്നെ എന്തിനാണ് നിങ്ങളുടെ സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നത്? പ്രതികൂലങ്ങളെ നോക്കാതെ, സാഹചര്യങ്ങളെ നോക്കാതെ നിങ്ങൾ പുറത്തേക്കിറങ്ങി ഈ നാളുകളിൽ ഭയപ്പെടാതെ യേശുവിന് വേണ്ടി നിൽക്കണം. അസ്ഥി താഴ്വരയിലുള്ള അസ്ഥികളോട് പറഞ്ഞ് പ്രവചിച്ച് അവരെയൊക്കെ സൈന്യമായി എഴുന്നേൽപ്പിക്കാൻ അപ്പാ എനിക്കൊരു ബലം നൽകണമെന്ന് നിങ്ങൾ എത്ര പേർ ദൈവത്തോട് ചോദിക്കും? ഹല്ലേലൂയ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടത് ഒരു അഭിഷേകം അത്രേ. ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിലും ഏത് വെല്ലുവിളിയുടെ മുമ്പിലും നിലനിന്ന് മുന്നോട്ട് പോകുവാൻ വേണ്ടത് ഒറ്റ കാര്യം മാത്രം, അഭിഷേകം. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിച്ച് ദൈവത്തോട് പറയും, ഒരു തീയാലെ എന്നെ നിറയ്ക്കണം. ഉണങ്ങിക്കിടക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുമ്പോൾ അവരെഴുന്നേൽക്കണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതം മാറണം. എൻ്റെ ജീവിതത്തെ നോക്കി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കണം. അതിനുവേണ്ടി ഒരു തീയാൽ എന്നെ നിറയ്ക്കണം. അന്ത്യകാല ഉണർവിൽ എന്നെയും ഒരു ഭാഗമാക്കി എൻ്റെ കർത്താവ് നിർത്തണം. ഹല്ലേലൂയ. എത്ര പേർ ആ ഭയത്തെ വിട്ടിട്ട് ഇന്ന് മുന്നോട്ട് വരുവാനായി ആഗ്രഹിക്കുന്നുണ്ട്? എല്ലാ ഭയങ്ങളെയും കളഞ്ഞ്, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളോട് പറഞ്ഞതുപോലെ ലജ്ജിക്കാൻ നിങ്ങളെ ദൈവം ഇടയാക്കില്ല. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. നിങ്ങൾക്കൊരു വിശാലത കൊണ്ടുവരും. ചില ശൂന്യതകളെ ദൈവം മാറ്റും. ചിലതിന് മുകളിലൂടെ ഉയർന്നു പറക്കുവാൻ ചിലതിന് ദൈവം ശക്തി തരും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ ഒന്നിച്ചു പ്രാർത്ഥിക്കാനായി പോവുക. ഹല്ലേലൂയ. ഒരാത്മാവിന്റെ തീയാലെ കർത്താവേ എന്നെ നിറയ്ക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരനായി സഹോദരിക്കായി ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കുമായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്.
പലരും തങ്ങൾ ലജ്ജിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ്. പലതിൻ്റെ മേലും ഭയം പിശാച് കെട്ടിവെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അസ്ഥി കൂമ്പാരങ്ങളുടെ താഴ്വരയിൽ നിൽക്കുന്നത് പോലെ ചിലർ ചില സാഹചര്യങ്ങളെ നോക്കി വല്ലാതെ തളർന്നു പോവുകയാണ്. ഇതിന് ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയാനേ പലർക്കും കഴിയുന്നുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ യേശു നിങ്ങളോട് പറയുന്നു, എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ജീവിക്കും, നിങ്ങൾ മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നവരായി തീരും. ഹല്ലേലൂയ. ജീവനുള്ള ജീവിപ്പിക്കുന്നവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ദൈവം പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ ശക്തിയെ ദൈവം പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഊർജത്തെ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഒരാത്മാവിൽ വളരട്ടെ. ഹല്ലേലൂയ. അനേകരോട് യേശുവിനെ പറ്റി പറയുവാൻ, അനേകരെ കർത്താവിന് രാജ്യത്തിനു വേണ്ടി എഴുന്നേൽപ്പിക്കുന്നവരായി ദൈവം അങ്ങയുടെ മക്കളെ മാറ്റണം. അവരുടെ ശൂന്യതകൾ മാറണം, ലജ്ജകൾ മാറണം, നിന്ദകൾ മാറണം. ശത്രു കൊണ്ടിട്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഇരുന്ന് കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. അവരെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. പ്രതിസന്ധികൾ അവരെ തകർക്കരുത്. പകരം പ്രതിസന്ധികൾക്ക് മുകളിലൂടെ യോസേഫ് പടർന്നതുപോലെ മതിലിനെ നോക്കി നിൽക്കാനല്ല, മതിലിന് മുകളിലൂടെ പടരുവാനുള്ള ഒരു ബലം ദൈവം ഈ നാളുകളിൽ പ്രിയ മക്കൾക്ക് നൽകണം. ശത്രുക്കൾ നോക്കിക്കാണട്ടെ, അവർ വെച്ച അതിർവരമ്പുകളുടെ മുകളിലൂടെ നിങ്ങളുടെ മക്കൾ പടർന്നു കയറുന്നത് അവർ ഈ നാളുകളിൽ പിശാചും അവന്റെ കൂട്ടരും കാണാനായിട്ട് ഇടവരണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഹിതം അവരുടെ മേൽ നിറവേറണം. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ആമേൻ.